സിയും LPRഉം CAAയും ഒക്കെ ഈ രാജ്യത്ത് ചർച്ചയായപ്പോൾ ഇന്ത്യയുടെ തെരുവുകളിൽ അഭയം കണ്ടത് ബാബാ സാഹേബ് അംബേദ്കറുടെ ആശയങ്ങളിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് അംബേദ്കറേറ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഡോക്ടർ അംബേദ്കറുടെ ആശയത്തിന്റെ അടിത്തറയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അങ്ങനെ നമ്മുടെ രാജ്യം എല്ലാവിധത്തിലും ഡോക്ടർ അംബേദ്കറുടെ പാത പിൻപറ്റുന്ന ഈ വേളയിലാണ് അംബേദ്കറേറ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രസക്തി. അത് തികച്ചും പുതിയൊരു രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത്. എന്താണ് ആ രാഷ്ട്രീയം? നമുക്കറിയാം, ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവും സർവോപരി എല്ലാ തരത്തിലുമുള്ള മാനദണ്ഡങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് രാജ്യം ബഹുദൂരം പിന്നോക്കം പോയി, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ലക്ഷ്യം വെച്ച, നമ്മുടെ ഭരണഘടന ലക്ഷ്യം വെക്കുന്ന തത്വങ്ങൾ എത്തുന്നതിന് വളരെ വിഘാതമായി നമ്മുടെ സർക്കാരുകളുടെ പ്രവർത്തനം ഇങ്ങനെ തുടരുകയാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഒരു വ്യത്യസ്തമായ രാഷ്ട്രീയം, ഒരു മാനവികതയുടെ രാഷ്ട്രീയം, ഒരു ശാസ്ത്രബോധത്തിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയം അംബേദ്കറേറ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ ലോകത്തിന്റെ തന്നെ രാഷ്ട്രീയ ചരിത്രത്തിൽ വ്യത്യസ്തതയാർന്ന ഒരുപാട് കാര്യങ്ങൾ ഇടപെടലുകൾ നടത്തിയ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് API. ഒരുപക്ഷെ നമുക്ക് ഈ കേരളത്തിന്റെ മണ്ണിൽ പലർക്കും അറിയില്ല. അതിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. നമ്മുടെ പാർലമെന്റിൽ അല്ലെങ്കിൽ നിയമസഭകളിൽ എല്ലാ വർഷവും ബഡ്ജറ്റ് അവതരിപ്പിക്കും. ആ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഇതുവരെയും ആ ബഡ്ജറ്റിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, അല്ലെങ്കിൽ ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു സംഘടന ആ ബഡ്ജറ്റിന്റെ നിർമ്മാണ ഘട്ടത്തിൽ ഒരിക്കൽ പോലും ഒരു നിർദ്ദേശം നൽകുവാൻ സാധിച്ചിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിൽ 2014 മുതൽ APIയുടെ ആഭിമുഖ്യത്തിൽ, അല്ലെങ്കിൽ APIയുടെ ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പീപ്പിൾസ് ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു ജനകീയ പദ്ധതി, ജനകീയ ബഡ്ജറ്റ് എന്ന് പറയുന്ന ജനങ്ങളുടെ ക്ഷേമങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മാനദണ്ഡങ്ങൾക്ക് വിധേയമായി ജനകീയമായ ഇടപെടലുകൾ, അല്ലെങ്കിൽ ജനക്ഷേമപരമായ പ്രവർത്തനങ്ങൾ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ബഡ്ജറ്റ്, പീപ്പിൾസ് ബഡ്ജറ്റ് 2014 മുതൽ കേന്ദ്ര ഗവൺമെന്റുകൾക്ക് മുമ്പാകെ സമർപ്പിക്കുന്ന ഇന്ത്യയിലെ ഒരേയൊരു പാർട്ടിയാണ് അംബേദ്കറേറ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. അതിന്റെ ഭാഗമായാണ് 2016 പീപ്പിൾസ് ബഡ്ജറ്റിന്റെ ഭാഗമായാണ് ഇന്ത്യയിലെ തൊഴിലില്ലായ്മ ഒരു മുഖ്യ പ്രശ്നമാണ്. ഒരു വർഷം 1.5 കോടി യുവാക്കൾ ഇവിടെ തൊഴിലിനെതിരായി കാണുന്നു. ഏകദേശം 90 ലക്ഷം ആളുകൾക്കെങ്കിലും തൊഴിൽ കൊടുത്തെങ്കിലേ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ അല്പമെങ്കിലും മാറ്റം സാധ്യമാക്കുകയുള്ളൂ എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് 2016 പീപ്പിൾസ് ബഡ്ജറ്റിൽ ഒരു മെമ്മോറാണ്ടം നൽകുകയുണ്ടായി. അതിന്റെ ചൂട് പിടിച്ചാണ് ഇന്ത്യയിൽ നിന്നൊരു വിപ്ലവമായി അല്ലെങ്കിൽ BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പറയുന്ന മുദ്രാ ലോൺ സംവിധാനം നിലവിൽ വരുന്നത്. പക്ഷെ അതിന്റെ പിന്നീടുള്ള കാര്യങ്ങൾ ഒരുപാട് വഴിമാറിപ്പോയി, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കാൻ, ഒരു പദ്ധതി കൊണ്ടുവരുവാൻ കേന്ദ്ര ഗവൺമെന്റ് നിർബന്ധിതമായിരുന്നത് APIയുടെ രാഷ്ട്രീയപരമായ, ഭരണഘടനാപരമായ ഒരു ഇടപെടലിന്റെ ഫലമായിട്ടാണ്. പീപ്പിൾസ് ബഡ്ജറ്റിലൂടെയാണ് നമ്മുടെ രാജ്യത്തെ മുദ്രാ ലോൺ ഇവിടെ സാധ്യമാക്കി തീർത്തത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഭരണഘടനാ പ്രകാരമുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ OBC സപ്ലാന്റ് ഇപ്പം കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളും നടപ്പാക്കുകയാണ്. പലർക്കും അറിയില്ല OBC സപ്ലാന്റ് എങ്ങനെയാണ് വന്നത്. അതും അംബേദ്കറേറ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പീപ്പിൾസ് ബഡ്ജറ്റിലൂടെ സമർപ്പിച്ച പെറ്റീഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്ത് ഈ OBC സപ്ലാന്റ് വന്നു ചേർന്നിട്ടുള്ളത്. അങ്ങനെ ജനാധിപത്യപരമായ, ഭരണഘടനാപരമായ ഇടപെടലിലൂടെയാണ് അംബേദ്കറേറ്റ് പാർട്ടി ഈ കഴിഞ്ഞ 7 വർഷക്കാലമായി പ്രവർത്തനം ഇന്ത്യയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. കേവലം 2013 മാത്രം രൂപീകൃതമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. ഇന്ന് ഇന്ത്യയുടെ 21 സംസ്ഥാനങ്ങളിൽ അംബേദ്കറേറ്റ് പാർട്ടി പ്രവർത്തിച്ചു വരുന്നു.
നിങ്ങൾക്കറിയുമോ, നമ്മുടെ രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രശ്നങ്ങൾക്ക് നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ അതിപ്രധാനമായ മാറ്റം അനിവാര്യമാണെന്ന ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ മുമ്പാകെയും നിയമവകുപ്പിന് മുമ്പാകെയും പെറ്റീഷൻ സമർപ്പിച്ചുകൊണ്ട് API ഇന്ന് പുതിയ ഒരു സമര പന്താവിലാണ്. കാരണം നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് രംഗം സമഗ്രമായി പരിഷ്കരിക്കപ്പെടണം. തെരഞ്ഞെടുപ്പ് രംഗം പരിഷ്കരിക്കപ്പെടേണ്ടത് വളരെ അനിവാര്യമായ ഒരു വസ്തുതയായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, ഈ 2014 തെരഞ്ഞെടുപ്പ് മുതൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുറവിളി കൂട്ടുന്ന ഒരു കാര്യമുണ്ട്. BJP ഒഴികെ EVM നിരോധിക്കണം. പക്ഷേ അംബേദ്കർ പാർട്ടി ഓഫ് ഇന്ത്യ പറയുന്നു EVM അല്ല പ്രശ്നം. EVM പ്രശ്നം അല്ല എന്ന അർത്ഥമല്ല അതിനുള്ളത്. EVM മാത്രമല്ല പ്രശ്നം, നമ്മുടെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം തന്നെ അശാസ്ത്രീയമാണ്. അത് ജനാധിപത്യ സംവിധാനം അതിൽ ലെവലേഷൻ പോലും ഇല്ല. കാരണം ഒരു വോട്ടിംഗ് രീതി അല്ലെങ്കിൽ നമ്മുടെ ഇലക്ഷൻ രീതി തികച്ചും അത് അപ്രാതിനിധ്യമാണ്. അതായത് എല്ലാവർക്കും പ്രാതിനിധ്യം കിട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പ് സമ്പ്രദായമല്ല നമ്മുടെ രാജ്യം അവലംബിക്കുന്നത്. അതായത് ഇന്ത്യ ഉൾപ്പെടെ കേവലം 10 രാജ്യങ്ങളിൽ മാത്രം നിലനിൽക്കുന്ന ഒരു ജനാധിപത്യ രീതിയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം, FPTP. ഒന്നാം സ്ഥാനക്കാരന് മാത്രം പരിഗണന. 3 സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയാണെങ്കിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു 10 വോട്ട് കൂടുതൽ കിട്ടിയാൽ മതി, അദ്ദേഹത്തിന് മാത്രമേ പരിഗണനയുള്ളൂ. അതായത് മത്സരത്തിന് 1ാം സ്ഥാനക്കാരന് മാത്രം പരിഗണന ലഭിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് രീതി ഇത് ജനാധിപത്യമല്ല. ജനാധിപത്യത്തിൽ 1 man 1 vote 1 value അത് നമ്മുടെ ഇന്ത്യയിൽ നടപ്പാകുന്നില്ല. കാരണം ഒരു കാൻഡിഡേറ്റ് മാത്രമാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. ബാക്കി അത്രയും പേരുടെ വോട്ടുകൾ പാഴാകുന്ന ഒരു രാഷ്ട്രീയമായ ഒരു ഗതികേടാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് എല്ലാ മനുഷ്യരുടെയും വോട്ടിന് വില വരണമെങ്കിൽ, എല്ലാ സ്ഥാനാർത്ഥികൾക്കും നൽകുന്ന വോട്ടിന് അതിന് ഒരേ വില ലഭിക്കണമെങ്കിൽ അതിന് പരിഗണന ലഭിക്കണം, അതിന് പ്രാതിനിധ്യം വേണം. അതുകൊണ്ട് പ്രാതിനിധ്യ ജനാധിപത്യ വ്യവസ്ഥ അല്ലെങ്കിൽ PR സിസ്റ്റം ഇന്ത്യയിൽ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട, ഇന്ത്യയിലെ ആദ്യമായി ആവശ്യപ്പെട്ടതും ഇതുവരെ ആവശ്യപ്പെട്ടതുമായ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അംബേദ്കർ പാർട്ടി ഓഫ് ഇന്ത്യ. സമഗ്രമായ ഇലക്ഷൻ പരിഷ്കരണം. നിങ്ങൾക്കറിയുമോ, ഇന്ന് നമ്മുടെ രാജ്യത്ത് 136 കോടി ജനസംഖ്യയുണ്ട്. 1951 സെൻസസ് പ്രകാരം വെറും 36 കോടി മാത്രം ജനസംഖ്യ ഉണ്ടായിരുന്നപ്പോൾ ഇന്ത്യയുടെ MP-മാരുടെ എണ്ണം 489 ആയിരുന്നു. ഇന്ന് എത്രയാണ്? വെറും 36 കോടിയിൽ നിന്നും 136 കോടി ജനസംഖ്യയിൽ ഇന്ന് ഇന്ത്യ എത്തി നിൽക്കുമ്പോൾ MP-മാർ, ജനസംഖ്യാനുപാതികമായ MP-മാരുടെ എണ്ണം നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. കേവലം 543 MP-മാരാണ്. അതായത് 1951 കണക്ക് പ്രകാരം ഒരു MP-ക്ക് അല്ലെങ്കിൽ ഒരു MP 7 ലക്ഷം ജനങ്ങളുടെ പ്രതിനിധിയായിരുന്നുവെങ്കിൽ ഇന്ന് ഈ ആധുനിക ഇന്ത്യയിൽ, ഈ ഡിജിറ്റൽ ഇന്ത്യയിൽ ഒരു ജനപ്രതിനിധി 20 ലക്ഷം ആളുകളുടെ പ്രതിനിധിയായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതെങ്ങനെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ശരിയായി പാർലമെന്റിൽ എത്തിക്കാൻ നമുക്ക് കഴിയും? അതുകൊണ്ട് ഈ ഇലക്ഷൻ രീതി നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി ഇടപെടേണ്ടതാണ്. ഇതിന് ആദ്യമായി സമഗ്രമായ ഇലക്ഷൻ പരിഷ്കരണം ആവശ്യമാണെന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് API. അതുപോലെ തന്നെ ഇതിന്റെ വ്യവസ്ഥയുടെ ഒരു നേരിട്ടുള്ള ചില കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതായത് 2019 ലോക്സഭാ ഇലക്ഷനിൽ BJPക്ക് ലഭിച്ചത് 37% വോട്ടാണ് BJPക്ക് ലഭിച്ചത്. അതേസമയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലഭിച്ചത് 19% വോട്ട്. അതായത് നേർപകുതി വോട്ട്. 37% 19% വോട്ടുകളാണ്. ഇവരുടെ രണ്ടുപേരുടെയും MP-മാരുടെ എണ്ണം നമ്മൾ പരിശോധിക്കണം. എത്ര? BJPക്ക് 303 MP-മാർ, കോൺഗ്രസിന് എത്ര MP-മാർ? ഇതെങ്ങനെ ഉണ്ടായി? അതുപോലെ തന്നെ ബഹുജന സമാജ് പാർട്ടിക്ക് 3% വോട്ടുണ്ട്. ജനതാദൾ യുണൈറ്റഡിന് 1.43% വോട്ട് മാത്രമുള്ള ജനതാദൾ യുണൈറ്റഡ്. BSP-ന് നേർപകുതിയുള്ള ജനതാദൾ യുണൈറ്റഡിന് BSPക്ക് വെറും 10 സീറ്റും ജനതാദൾ യുണൈറ്റഡിന് 16 സീറ്റും. അതായത് 6 സീറ്റുകൾ. പകുതി BSPയേക്കാൾ പകുതി ശതമാനം വോട്ട് കുറച്ചു പിടിച്ച പാർട്ടിക്ക് അതിനേക്കാൾ കൂടുതൽ MP-മാർ എങ്ങനെ വന്നു?
ഇത് മുന്നണി സംവിധാനത്തിൽ കൂടിയാണെങ്കിൽ പോലും ഒറ്റയ്ക്കാണെങ്കിൽ പോലും മൊത്തം പോൾ ചെയ്യപ്പെടുന്ന വോട്ടിന്റെ ശതമാനം നോക്കുമ്പോൾ ചില പാർട്ടികൾക്ക് കൂടി വരുന്നു. ഇതെങ്ങനെയുണ്ടായി? ഇത് നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗത്തിന്റെ പരിഷ്കരണം ആവശ്യമാണെന്ന് അടിവരയിടുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം കൂടിയായിരുന്നു 2019. അതുകൊണ്ട് സമഗ്രമായ തെരഞ്ഞെടുപ്പ് പരിഷ്കരണം മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ആണ് അംബേദ്കർ പാർട്ടി എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശാസ്ത്രചിന്തയിലും പങ്കാളിത്തത്തിലും മാനവികതയിലും അധിഷ്ഠിതമായ